ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ലാന്ന് എൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. എങ്കിലും ഞങ്ങളൊരു യാത്ര പോയപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോയത് വയനാട്ടിലേക്കാണ്. ഞാനും ഹസ്ബൻഡും പിന്നെ മോനും, ഞങ്ങൾ 3 പേരും മാത്രമാണ് ഈ യാത്രയിലുള്ളത്. അപ്പം ഞങ്ങൾ അധികം പ്ലാനൊന്നും ചെയ്യാതെയാണ് ഈ യാത്ര തുടർന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ ലീവിന് വന്നിട്ട് ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ വിരുന്ന് വിളിച്ചിരുന്നു. ആ വിരുന്ന് കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ നാടാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും അത് അറിയായിരിക്കും. പെരിന്തൽമണ്ണ ഞങ്ങളുടെ ടൗൺ ആണ്. ഈ ഒരു സ്ഥലത്തിന് പാതായിക്കര എന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ ടൗണിലെത്തി. ഇതാണ് പെരിന്തൽമണ്ണ. അപ്പോൾ പെരിന്തൽമണ്ണ കൂടുതലായിട്ട് അറിയുന്നത് ഹോസ്പിറ്റലുകളുടെ നാട് എന്നാണ്. കാരണം ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വയനാട്ടിലേക്ക് 123 കിലോമീറ്റർ ആണ് ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ വേണ്ടി വരും അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് അങ്ങാടിപ്പുറം എന്നൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഈ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള തിരുമാണ്ടാംകുന്ന് ക്ഷേത്രം ഇവിടെയാണുള്ളത്. അതുപോലെ തന്നെ തളി ക്ഷേത്രം, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഏകദേശം 10 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തന്നെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തൊക്കെ നല്ല ചൂടാണ്. നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവുന്ന പോലെ തോന്നും. പുറത്ത് നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ സോന് പെട്ടെന്ന് ടയേർഡായി. അപ്പോൾ അവന് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ മഞ്ചേരിയിലാണുള്ളത്. ഇവിടെ ഒരു ജ്യൂസ് ഷോപ്പ് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി. അടിപൊളി ജ്യൂസുകൾ എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഷോപ്പ് അത്ര വലിയൊരു ഷോപ്പൊന്നുമല്ല, ജ്യൂസുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവരിത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു ഷോപ്പാണ്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഐറ്റംസ്, സ്പെഷ്യലായിട്ടുള്ള ജ്യൂസ്, അതുപോലെ അതിൻ്റെ റേറ്റും അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതിൽ ABC എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ജ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനും നവാസ്കയും ABC ആണ് ഓർഡർ ചെയ്തത്. പിന്നെ സോനു പൈനാപ്പിൾ ജ്യൂസ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അതും ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ 2 ABC ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ ജ്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിലിരുന്നിട്ട് കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെയുള്ള സീറ്റൊക്കെ പുറത്തിരുന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പ്രൈവസി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് കാറിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ സീറ്റ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കാറിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമുക്ക് ABC ഒന്ന് കുടിച്ച് നോക്കാം. നിങ്ങൾ ഓരോരുത്തരും കരുതുന്നുണ്ടാവും എന്താണ് ABC എന്നുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. A എന്നത് അനാറാണ്, പിന്നെ B ബീട്രൂട്ട്, C ക്യാരറ്റ്. അനാറും ബീട്രൂട്ടും ക്യാരറ്റും ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഞാനിത് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ABC ഞാനൊന്ന് കുടിച്ച് നോക്കി. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം ബീട്രൂട്ടിൻ്റെ ഒരു റോ ടേസ്റ്റ് അതിൽ വരുന്നുണ്ട്. എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ആയതുകൊണ്ട് ഞാനത് മുഴുവനും കുടിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ 3 പേരും ഒന്ന് റീഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് നേരം ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ട്.
ദൂരെ യാത്ര ചെയ്തപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചതുകൊണ്ട് തന്നെ ഒരു നോർമൽ വാട്ടർ കുടിക്കാൻ തോന്നി. അപ്പോൾ അത് കാരണം ഒരു ബേക്കറി കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി, എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം വാങ്ങി. പിന്നെ സോനു ഏതെങ്കിലും കടകൾ കണ്ടാൽ അതിൽ എന്തൊക്കെയാണ് അവന് ഇഷ്ടമുള്ളത് അതെന്തായാലും വാങ്ങും. അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് അവന് ലോലിപോപ്പാണ് ഇഷ്ടമായിട്ടുള്ളത്, അപ്പോൾ അത് അവന് വാങ്ങി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് മനോഹരമായിട്ടുള്ള നദികളും അതുപോലെ കുന്നുകളും ഒക്കെ കാണാൻ പറ്റും. പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വയനാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ചെറിയ ചെറിയ കുന്നുകൾ ഇടയ്ക്കിങ്ങനെ കാണാം. അതിലൊക്കെ പൈനാപ്പിൾ ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൈനാപ്പിളൊന്നും ഉണ്ടായിട്ടില്ല, അതിൻ്റെ ചെടികൾ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നത് അരീക്കോട്, പിന്നെ മുക്കം, താമരശ്ശേരി ഈ ഒരു വഴിയിലൂടെയാണ്. ഇപ്പോൾ ഞങ്ങൾ മുക്കത്താണ് എത്തിയിട്ടുള്ളത്. ഇനി പോകുന്നത് താമരശ്ശേരിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ താമരശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി താമരശ്ശേരി ചുരം കയറാൻ പോവുകയാണ്. ഈ ചുരം കയറുമ്പോൾ നമുക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ചുരം കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ചുരം കയറുമ്പോൾ നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പോകുന്ന വഴിയിൽ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ഇരുന്നിട്ട് താഴേക്ക് നോക്കാനൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ദൂരേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ്. നമ്മളിത് ഇവിടെ വന്നിട്ട് തന്നെ അറിയണം, അനുഭവിച്ചറിയണം. അത്രയും അടിപൊളി പ്ലേസാണിത്. അപ്പോൾ നിങ്ങൾ വയനാടൊക്കെ പോകുമ്പോൾ ഈ ഒരു സ്ഥലം കാണുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്തായാലും ഒന്ന് ഇരിക്കണം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. നല്ല അടിപൊളി പ്ലേസാണ്.
ഞങ്ങളിവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇങ്ങനെ പോകുന്ന വഴിയിൽ നമുക്ക് പ്രകൃതി മാത്രമല്ല, ഇതുപോലെ കുറച്ച് ആൾക്കാരെ കൂടി നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കുരങ്ങന്മാരാണ് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കാണുന്നത്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിർത്തി അവരെ കാണാൻ വേണ്ടിയിട്ട്. സോനുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു പേടി തോന്നി, കാരണം എൻ്റെ കയ്യിൽ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവർ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പോന്നു. അങ്ങനെ ചുരത്തിൻ്റെ മുക്കാൽ ഭാഗവും ഞങ്ങൾ കയറി. അപ്പോൾ വീണ്ടും നല്ലൊരു സ്ഥലം ഞങ്ങൾ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി. ഇവിടുന്ന് താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരുപാട് പേര് നിന്ന് താഴേക്ക് നോക്കുന്നുണ്ട്, അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഭാഗത്ത് വണ്ടി നിർത്തി. നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പോൾ തണുപ്പ് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടി വരുന്നുണ്ട്. അടിപൊളിയാണ്, നല്ല രസമാണ് ഇവിടുന്ന് താഴേക്ക് നോക്കാൻ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ ഇതുവരെയും വന്ന വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല താഴ്ചയാണ്. അപ്പം നമ്മൾ അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് നമ്മളിപ്പോൾ വയനാട്ടിലെത്തി. ഏകദേശം 3 മണി ആയിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ. ഇപ്പം നമ്മൾ വയനാട് വൈത്തിരിയിലാണുള്ളത്. ഇവിടെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്, അതായത് നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ് പൂക്കോട് തടാകം. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സമയം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി തടാകത്തിലേക്ക് പോകാമെന്ന് കരുതി. അപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ ആണ് അന്ന് ഞങ്ങൾ കഴിച്ചത്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഞങ്ങളിനി പൂക്കോട് ലേക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ പൂക്കോട് ലേക്കിൻ്റെ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റൂല, എല്ലായിടത്തും നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച് ദൂരെ പോയിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അവിടുന്ന് നടന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്.
അങ്ങനെ ഞങ്ങൾ പൂക്കോട് ലേക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. സൺഡേ ആണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ടായിരിക്കാം ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പോയി കാണണമെങ്കിൽ ടിക്കറ്റ് വേണം. മുതിർന്നവർക്ക് 30 രൂപയും പിന്നെ കുട്ടികൾക്ക് 15 രൂപയാണുള്ളത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കരകൗശല വസ്തുക്കളുടെ ഒരു പ്രദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഷോപ്പ് പോലെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് വേറെ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. നമ്മൾ ഈ കാണുന്ന ഓരോ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള മരങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് മഹാഗണി, മുള, പിന്നെ അതുപോലെ റോസ് വുഡ്, ഇതൊക്കെ കൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി തടാകത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തടാകത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട്. അപ്പോൾ സോനു അവിടേക്കൊന്ന് കളിച്ചിട്ട് പോവാന്നാണ് പറയുന്നത്. അവന് കളിക്കുന്ന സമയം ഞാൻ ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അല്പനേരം വിശ്രമിച്ചു. അങ്ങനെ സോനുവിൻ്റെ കളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തടാകത്തിൻ്റെ അവിടേക്ക് പോവാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തടാകം തന്നെയാണിത്. കാണാനൊക്കെ നല്ല രസമാണ്. ഈ തടാകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 2100 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പെഡൽ ബോട്ടിംഗ് ആണ്. അപ്പം ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓർഡിനറി സീറ്റ് ആണെങ്കിൽ 2 സീറ്റിന് 150 രൂപയാണ്.
2 സീറ്റ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 200 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ എക്സിക്യൂട്ടീവ് സീറ്റാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അവർ പറയുന്നത് ലൈഫ് ജാക്കറ്റ് ധരിക്കണം. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ കയറി ഇതുപോലെ ചവിട്ടിയാലാണ് ബോട്ട് മൂവ് ചെയ്യുന്നത്. ഈ തടാകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആകെ വിസ്തീർണം 13 ഏക്കറാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടിയ ആഴം 6.5 മീറ്ററാണ്. മാത്രമല്ല ഈ ഒരു തടാകത്തിൽ നിന്ന് മാത്രം കിട്ടുന്നൊരു മത്സ്യമുണ്ട്. അതിനെ പൂക്കോടൻ പരൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലൂടെയുള്ള ബോട്ടിങ്. ഇതിലൂടെ സവാരി നടത്താനായിട്ട് നമുക്ക് 20 മിനിറ്റാണ് അവർ അനുവദിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അത് കഴിയാറായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ബോട്ട് ഞങ്ങൾ കരക്കണപ്പിച്ചു. ഇനി ഇതിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിങ് കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് വിശ്രമിച്ചു. പിന്നെ ഇവിടെ ഫ്രഷ് വാട്ടർ അക്വേറിയം ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അവിടെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. കാരണം വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും. അത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്